Good morning, all. Good morning. Morning, ma'am. Good morning, ma'am. Good Morning, ma'am. Good morning, ma'am. Very good. Good morning, ma'am. Good morning, ma'am. morning. Good morning. Good morning, ma'am. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? 2025 പിറന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? Yes, ma'am. Yes, ma'am. Yes, ma'am. എല്ലാവർക്കും എങ്ങനെയാണ് ഈ വർഷം? നല്ല അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാവട്ടെ പുതിയ സ്കൂളില്. നിങ്ങൾ ഈ വർഷം 2025 ലാസ്റ്റോടു കൂടി നിങ്ങൾ ഇവിടുന്ന് പോകും. അപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ല ജോലി, നല്ല സ്കൂളില് നല്ലൊരു പോസ്റ്റ് ആയിട്ട് കിട്ടട്ടെ. Thank you, ma'am. Amen. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. And same to you. ഓക്കെ, അപ്പൊ എല്ലാവർക്കും 2025 പോയി പുതിയ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാവും കേട്ടാ. നമ്മള് കഴിഞ്ഞ 2024 എന്തുണ്ടായി നമ്മളിപ്പൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായ എന്തൊക്കെ. പിന്നെ 2025 ആവുമ്പോ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെന്താ ജീവിച്ചിരുന്നതിന് ഒരു തെളിവ് അല്ലേ? നമ്മള് നല്ല കുട്ടികൾക്ക് നമ്മുടെ മോണ്ടിസോറി ടീച്ചേഴ്സിനാണ് നമ്മൾ പഠിക്കണേ. നമ്മുടെ ആ സമൂഹത്തിന് നല്ല കുട്ടികളെ നമുക്ക് വാർത്തമറിയാൻ മോണ്ടിസോറിയെ പോലെ എത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അതിന്റെ ഒക്കെ ഒരു അടുത്ത് വരെയെങ്കിലും എത്താൻ പറ്റണം അല്ലേ? എല്ലാവർക്കും അത് കഴിയും. Thank you, ma'am. Okay, welcome. Thank you, ma'am. Welcome. ഇനി ഇന്നാരാണ് പ്രെയർ റെഡി ആയിട്ടുള്ളവര് ആരാന്ന് വെച്ചാൽ പ്രെയർസ് ഇല്ല. നമുക്ക് ക്ലാസ് എടുത്ത് തീർക്കണം, നമുക്ക് സ്പീഡിൽ വേണം. നമുക്ക് ഒരുപാട് അസൈൻമെന്റുകൾ ഉണ്ട്, ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, കുറെ ഉണ്ട്. ഇന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻസ് തരുള്ളൂ. അപ്പൊ അതിന് 2 ക്വസ്റ്റ്യൻസ് തരും. 2നും കൂടി ഒരു ആൻസർ ആണ് ചെയ്യേണ്ടത്. 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മോണ്ടിസോറി തിയറിയെ കുറിച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ടാവും. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തി എഴുതണം. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് അസൈൻമെന്റിൽ ഞാൻ ഇടും, നിങ്ങൾക്ക് മറ്റേ ക്ലാസ് റൂമിൽ ഇടും. ഇതിന് ഇവിടെ പറഞ്ഞിട്ട് ക്ലാസ് റൂമിൽ ഇടുള്ളൂ. ഓക്കെ, ബാക്കി നമ്മുടെ പറയാൻ മോണ്ടിസോറിയുടെ എല്ലാവരും സെൻഡ് ചെയ്തിരുന്ന മാം ഞാൻ സെൻഡ് ചെയ്തിട്ടില്ല. ഞാനൊരു ഈ മാസം അടുത്ത മാസം സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇച്ചിരി തിരക്കൊണ്ട്. കുഴപ്പമില്ലല്ലോ? ഇല്ലില്ല, കുഴപ്പമില്ല. നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ കോഴ്സ് കഴിയണതിന്റെ ഉള്ളിൽ അടിച്ചാൽ സെൻഡ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവരുത്. എല്ലാ അസൈൻമെന്റും കൂടി ഒരുമിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് കിട്ടണം. അതിന്റെ ഇടയ്ക്കൂടി ഇതും അങ്ങ് ചെയ്യാന്ന് വിചാരിക്കുന്നു. 2 മാസത്തിനകം ഒന്ന് ശരിക്കും ഇലാബറേറ്റ് ചെയ്ത് എല്ലാ വേർഡ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നീടും അത് ഭാവിയിലും പ്രയോജനപ്പെടുമല്ലോ. എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ച് വിടുന്നതിനേക്കാളും നല്ല ഒന്ന് ശരിക്കൊന്ന് മറിയാൻ മോണ്ടിസോറിയെ പറ്റി ഒരു പിക്ചർ കിട്ടിയിട്ട് ചെയ്യാന്ന് വെച്ചോണ്ടാ വെയിറ്റ് ചെയ്യുന്നേ. നമ്മൾ കുറെയൊക്കെ റഫ് ബുക്കിൽ വെച്ചു എങ്കിലും അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് കുറച്ചൊന്ന് ഓൺ വേർഡ്സിലും ടെസ്റ്റിലും ഗൂഗിൾ സെർച്ചിലും എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് നല്ലതായിട്ട് നമുക്കൊരു അവലോകനം കിട്ടുമല്ലോ അതിനെപ്പറ്റി. അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ 4 kg കൂടുതലായ കുഴപ്പമുണ്ടോ മാം? ഇല്ല, നമുക്ക് മാക്സിമം അത്രയും മതി. ഞാൻ മിനിമം 2 ആൾ പറഞ്ഞെങ്കിലും അധികം എഴുതിയാലും നിങ്ങൾക്ക് ഇപ്പൊ മിനിമം 2 എഴുതണം. പേർക്ക് കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ അതേ മാർക്ക് തന്നെയാണ് കൂടുതൽ എഴുതിയാൽ കിട്ടുന്നത്. നമ്മൾ ഓരോന്നിനും ഇത്രയും വിചാരിച്ചു വെച്ചിട്ടുണ്ട്, ഇത്രയും മാർക്ക് കൊടുക്കുള്ളൂ. മാർക്ക് മാത്രമല്ല മാം, നമുക്ക് ഈ പെട്ടെന്ന് ടെസ്റ്റ് റെഫർ ചെയ്യുന്നതിനേക്കാൾ നല്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് റെഫർ ചെയ്യുമ്പോൾ അതൊന്നും എടുത്ത് പിന്നീട് നോക്കിയാൽ ഇവരെ പറ്റിയുള്ള ഒരു കറക്റ്റ് അങ്ങനെ എഴുതാം. പിന്നെ നമ്മൾ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് മറിയാൻ മോണ്ടിസോറിയുടെ ഇൻട്രഡക്ഷൻ മാത്രമേ നമ്മൾ തുറന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 9 ചാപ്റ്റർ ഉണ്ട്. മൊത്തം 10 ചാപ്റ്ററിൽ ഫസ്റ്റ് ആണിത്. ഇനി താഴെ 9 ചാപ്റ്റർ നമുക്ക് വേറെ വരുന്നുണ്ട്. മറിയാൻ മോണ്ടിസോറിയുടെ സ്കിൽസ്, മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് സെൻസിറ്റീവ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ താഴെ വരുന്നുണ്ട് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോ. ഓക്കെ, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉള്ളില് എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതാം.
ഇച്ചിരി കൂടിപ്പോയി എന്ന് കരുതി കുഴപ്പമില്ലല്ലോ. വിചാരിച്ചൊരു കുഴപ്പമില്ല, കൂടിയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, മാർക്കല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കിത് മെയിനായിട്ടും ഇത് ഭാവിക്കോ ഇതൊന്ന് എടുത്ത് റെഫർ ചെയ്യണമെങ്കിൽ അത് നല്ലൊരു കാര്യമാകത്തില്ല. നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ലേ, അതുകൊണ്ട് താങ്ക് യു. മാം ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തോട്ടെ മാം. മാം ഇല്ലാഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളത് അപർണ മാമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്ത് ചോദിക്കുകയാണേ മാം. നമുക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത്, അതായത് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുന്നത് ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെയാണ്, എപ്പോഴാണ് വരുന്നത്. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് 3 ആഴ്ചക്ക് ശേഷമായിരിക്കും നമ്മളുടെ റിസൾട്ട് വരുന്നതെന്ന്. പക്ഷെ നമ്മൾക്കൊക്കെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം 10 out of 10 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതില് PDF ആയിട്ട് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, ഇമേജസ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവർ വാട്സപ്പിൽ ചെയ്തിരിക്കുന്നവരുണ്ട്. അപ്പൊ അതിൽ വാട്സപ്പിൽ ചെയ്തിരിക്കുന്നവരുടെ റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്തവർക്ക് പിറ്റേ ദിവസം തന്നെ അതിന്റെ റിസൾട്ട് കിട്ടി. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചർച്ചകൾ നമുക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കറക്റ്റ് കാര്യം എന്താണെന്നൊന്ന് പറഞ്ഞുതരുമോ? നമുക്കിത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്, ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് ഇനിയും ഈ ഒരു ഡൗട്ട് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ചോദിക്കുന്നത്. ഓക്കെ, സിന്ധു പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ എല്ലാവരും ക്ലാസ് റൂമിനകത്ത് സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് റൂമിനകത്ത് സബ്മിറ്റ് ചെയ്താലാ നിങ്ങൾക്ക് ഇതിന്റെ ഇത് വരേണ്ടത്, നോക്കേണ്ടത് വേറെ ആൾക്കാരാണ്, ഞങ്ങളല്ല. അപ്പൊ അവര് ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് റൂമിനകത്ത് സബ്മിറ്റ് ചെയ്യണമെന്നാണ്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം. നിങ്ങൾക്ക് MT8 നമ്മുടെ സാറ് ക്ലാസ് എടുത്തായിരുന്നില്ലേ നിങ്ങൾക്ക്? സാറ് കുറെ കാര്യങ്ങൾ കഴിഞ്ഞ വീക്കിലല്ലേ പറഞ്ഞത്? കഴിഞ്ഞ ലാസ്റ്റ് വീക്കില് സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ല. അത് ഇന്റേൺഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നെറ്റ് ഇഷ്യൂ കാരണം പലർക്കും അത് പകുതിക്ക് വെച്ചിട്ട് വിഡ്രോ ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചിലർക്ക്. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് സമയമുണ്ട്. നമുക്ക് നിങ്ങളുടെ കോഴ്സ് തീരണേന്റെ തലേന്ന് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ അതിനുള്ളിൽ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ എനിക്കറിയില്ല. അത് നിങ്ങളൊന്ന് ജയദേവ് സാറിന് പേഴ്സണൽ നമ്പർ ഉണ്ടെങ്കിൽ പേഴ്സണൽ ഒന്ന് ചോദിക്കുക. അപ്പൊ സാറ് ഓഫീസിൽ ചോദിച്ചിട്ട് അവര് നിങ്ങൾക്ക് ഫുള്ള് ഒരാളുടെ കാര്യമാണെങ്കിലും ഇതെല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പൊ സിന്ധു ചോദിച്ചത്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലും അവരത് പുറത്ത് പറയാനുണ്ടാവില്ല. അപ്പൊ സിന്ധു ചോദിച്ചത് നല്ലതാണ്. പക്ഷെ അത് കറക്റ്റ് ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ജയദേവ് സാറിനെ പേഴ്സണൽ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പില് അവരോട് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഒന്ന് ചോദിക്കാം. അപ്പൊ എല്ലാവർക്കും കൂടിയും അവര് അതിന്റെ എല്ലാവർക്കും കിട്ടാത്തക്ക രീതിയിൽ റിസൾട്ട് ഉണ്ടാവുന്നത് അവരറിയിക്കും. ഓക്കെ മാം. നമ്മൾ അപർണ മാമിനോട് ചോദിച്ചപ്പോ മാം പറഞ്ഞത് ആദ്യത്തെ അസൈൻമെന്റും അധികം അസൈൻമെന്റ്സ് ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും നേരത്തെ നമ്മളുടെ ചെക്ക് ചെയ്ത് റിസൾട്ട് വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആവുമല്ലോ ക്ലാസ്സിലാവുമ്പോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മാമിനോട് തന്നെ ചോദിച്ചത്. പക്ഷേ നമുക്ക് എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മള് അതാണ് അസൈൻമെന്റ് നമ്മള് തരുന്നത്. ഞാനിപ്പോ എന്റെ അസൈൻമെന്റ് തന്നത് ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യണതും എല്ലാം ഞാൻ തന്നതാ. പക്ഷെ അത് മാർക്ക് കൊടുക്കുന്നതൊക്കെ അവിടെ വേറെ സെക്ഷനാണ്. അവരാണ് മാർക്ക് കൊടുക്കുന്നതൊക്കെ. ക്വസ്റ്റ്യൻസ് ഇടാന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ക്വസ്റ്റ്യൻസ് ഇടാൻ അതിന്റെ കറക്റ്റ് കണ്ടന്റ് എന്താന്നുള്ളത് അവിടെ പറയണം. ഓക്കെ മാം. ഞാൻ ഡീറ്റെയിൽ ഒന്നും കൂടി ചോദിച്ചറിയണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഫ്രീ ആവുകയാണെങ്കിൽ ഒന്ന് സാറിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും കൂടി നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇന്ന് പ്രയർ സ്റ്റാർട്ട് ചെയ്തോ? ആരാണ് പ്രയർ റെഡി ആയിക്കണേ? ഞാൻ പാടട്ടെ? ഓക്കെ, ഇവ അഗസ്റ്റി. ഓക്കെ. Thank you, God, for this new day in my school to pray. Please be with me all day and in every story. In every story. Thank you, God, for this new day in all my school to work and pray. Please be with me all day and in every story. Thank you. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്നത്തെ തോട്ട് ഓഫ് ദി ഡേ ആരാ? Ashwini from Calicut. If you want
to shine like a sun, first burn like a sun. Thank you, ma'am. Thank you all. Okay. Once more. If you want to shine like a sun, first burn like a sun. Okay. പിന്നെ വേറെ നിങ്ങൾക്ക് ഈ 2020 ഈ കൊല്ലം വന്നിട്ട് വേറെ ആരാ ക്ലാസ്സിൽ വന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് വീക്കിൽ നെക്സ്റ്റ് ആരെങ്കിലും വന്നിരുന്ന കഴിഞ്ഞ വീക്കില് പ്രീവിയസ് വീക്കിൽ ആരെങ്കിലും വന്നിരുന്ന നിങ്ങൾക്ക് അമർമെന്റ്സ് വന്നിരുന്ന മാം ക്ലിയർ ആയിട്ടില്ല മാം, മനസ്സിലാവുന്നില്ല നമുക്ക്. അമറിന് നിങ്ങൾ 2025 പിറന്നിട്ട് ഇന്നിപ്പോ 6-ാം തീയതി അല്ല, ഈ 1, 2, 3, 4, 5 ആ സമയം ദിവസങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നിരുന്നോ? LP മോണ്ടിസോറി ക്ലാസ്സിൽ? ഇല്ല മാം, ആരും വന്നിട്ടില്ല. നമുക്ക് മാമിന് പകരം ക്ലാസ് അറ്റൻഡ് ചെയ്തത് അശ്വതി മാം ആയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച. ഓക്കെ ഓക്കെ, അത് ലാസ്റ്റ് കഴിഞ്ഞ ലാസ്റ്റ് ദിവസം അല്ലേ, ലാസ്റ്റ് ഡേ ആയിട്ട്. യെസ് മാം. പിന്നെ സാറാണ് വന്നത് അശ്വതി മാം, അത് 1-ാം തീയതി കണ്ടായിരുന്നല്ല, 2-ാം തീയതി. ഓക്കെ ഓക്കെ, 2-ാം തീയതി ആയിരുന്നു അശ്വതി മാം വന്നത്. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും നോക്കി ചോദിക്കാം. ഓക്കെ, പേജ് നമ്പർ പറയോ? എന്താ പേജ് നമ്പർ പറയോ? പേജ് നമ്മൾ എടുത്തത് ആരാണ്? ലവ് ഓഫ് സൈലൻസ് ആണ് ഇനി എടുക്കേണ്ടത്. ലവ് അല്ലെ, ലവേഴ്സ് ഓഫ് സൈലൻസ് അല്ലേ എടുക്കേണ്ടത്. പേജ് നമ്പർ 84 എല്ലാവരും എടുക്കുക. ലവേഴ്സ് ഓഫ് സൈലൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുവരെ നമ്മൾ എടുത്തുവരുന്നത് ലവ് ഓഫ് വർക്ക്, ഫ്രീഡം ഓഫ് ചോയ്സ്, ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് റെപ്പിറ്റീഷൻ, ഇതൊക്കെ നമ്മൾ എടുത്തു. ഇനി ലവേഴ്സ് ഓഫ് സൈലൻസ് ആണ് എടുക്കേണ്ടത്. നിശബ്ദതയെ സ്നേഹിക്കുന്നവൾ അല്ലെ, സ്നേഹിക്കുന്നവർ നിശബ്ദതയെ ആരാ സ്നേഹിക്കുന്നത് നമുക്കറിയാം. മറിയാം മോണ്ടിസോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോണ്ടിസോറി മെത്തേഡിൽ ഒന്നാണ് സൈലൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻസ് വരും ഇതില് സൈലൻസ് ഗെയിമിനെ കുറിച്ച്. സ്ക്രീനിൽ കാണുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ടാ? യെസ് മാം, കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കേണ്ടത് ലവേഴ്സ് ഓഫ് സൈലൻസ് ആണ്. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യട്ടെ, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂട്ട് ഇതാക്കാം, അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ മാം. ഒരാള് വായിക്കും. മ്യൂട്ട് ചെയ്യണമെങ്കിൽ വായിക്കണോല. ഒരാള് വായിച്ചോ? ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വായിക്കട്ടാ മാം. ഓക്കെ ഓക്കെ, വായിച്ചു. ആരാ പേര് പറയാട്ടാ? വായിക്കുന്ന ആള് ഫസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ചെയ്തിട്ട് വായിക്കാം. I am Jolie from Chennai. Lovers of silence. Dr. Montessori recounted an event where she brought a 4-month-old baby girl into her classroom. Maria Montessori was not surprised that the little... ഏതെടുത്തിട്ടില്ലാന്ന് ഒരാള് പറഞ്ഞല്ല. ലവ് ഓഫ് വർക്ക് വരെ എടുത്തുള്ളൂ. നോ നീഡ് എടുത്തില്ലേ? നോ നീഡ് റിവാർഡ് പണിഷ്മെന്റ് എടുത്തല്ല, പ്രതിഫലം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞില്ല. ഞാൻ ഓർമ്മില്ലേ? എടുത്തിട്ടില്ല വരെ അടുത്തത്. ഓക്കെ, അപ്പൊ ആ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചോ. ഇത് വായിക്കാട്ടാ. അപ്പൊ നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്, അത് വായിക്കാം. No need for reward and punishment. A boy was rewarded with a medal by an untrained teacher for good behavior. A few moments later, Montessori observed the boy taking off his medal. He struck Montessori. Releasing the children showed no need for reward and punishment, which intervene with the child's choice of activity. ഓക്കെ, ഇതിലൊന്നും പറയണില്ല. നോ നീഡ് റിവാർഡ് ആൻഡ് പനിഷ്മെന്റ്. അതിൽ പറയണത് എന്താ? കുട്ടിക്ക്, ഒരു കുട്ടിനെ കുറിച്ചാണല്ല പറയണേ. അപ്പൊ കുട്ടിക്ക് റിവാർഡും പ്രതിഫലവും ശിക്ഷയും ആവശ്യമില്ല എന്നാ പറയണേ. കുട്ടി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്താ ഓക്കെ, കുട്ടി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പനിഷ്മെന്റ്. കുട്ടി എന്തെങ്കിലും ഒരു വർക്ക്, നമ്മളിപ്പോ ഇവിടെ
ലവ് ഓഫ് വർക്കിൽ പറഞ്ഞു കുട്ടി വർക്ക് ചെയ്യണത്, കുട്ടി അതിനെ സ്നേഹിച്ച് വർക്ക് ചെയ്യും. എത്ര നേരം വേണമെങ്കിലും ആ കുട്ടി ടൈം സ്പെൻഡ് ചെയ്ത് ആ വർക്ക് പൂർത്തീകരിക്കും, കംപ്ലീറ്റ് ആവണ വരെയും ആ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ആ കുട്ടി ഒരിക്കലും ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല കുട്ടി വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതുപോലെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ എ ബോയ് വാസ് റിവാർഡഡ് വിത്ത് എ മെഡൽ ബൈ അൺട്രെയിൻഡ് ടീച്ചർ ഫോർ ഗുഡ് ബിഹേവിയർ. എന്ന് വെച്ചാൽ ഒരു സാധാരണ ടീച്ചർ ഒരു കുട്ടിക്ക് നല്ല ഇതെന്ത് കൊടുത്തു, ആ കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ, നല്ല ഒരു പെരുമാറ്റത്തിന് ആ ഒരു അധ്യാപകൻ ആ ഒരു കുട്ടിക്ക് ഒരു മെഡൽ സമ്മാനിച്ചു. ഒരു കുട്ടിക്ക് ഒരു കൊച്ചിന് ഒരു മെഡൽ കൊടുത്തു. പക്ഷെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ കുട്ടി മെഡൽ വാങ്ങിയിട്ട് പിന്നെ ആ കുട്ടി അത് വലിയ മൈൻഡ് ചെയ്യണില്ല. അത് അങ്ങോട്ട് വാങ്ങിച്ചെങ്കിലും മോണ്ടിസോറി ആ കുട്ടീനെ ഒബ്സർവ് ചെയ്യണം ഫ്യൂ മൊമെന്റ്സ്. ആ കുട്ടി ആ മെഡൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മോണ്ടിസോറി ഒബ്സർവ് ദ ബോയ് ടോക്കിംഗ് ഓഫ് ഹിസ് മെഡൽ. ആ കുട്ടി അത് മെഡൽ വാങ്ങിയെങ്കിലും കുട്ടി അതിനെ കുറിച്ച് ഇങ്ങനെ വലിയ ഇത് മൈൻഡ് ചെയ്യണില്ലെങ്കിലും അതിനെ കുറിച്ച് കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നില്ല. മോണ്ടിസോറിക്ക് അത് മനസ്സിലായി. ടോക്കിംഗ് ഓഫ് ഹിസ് മെഡൽ, ആ മെഡൽ കിട്ടിയിട്ട് ആ കുട്ടി അത് മൈൻഡ് ചെയ്യുക ഒന്നുമില്ല. അത് അവിടെ കിട്ടി, അത്ര വെച്ചു, അതിനെ കുറിച്ച്. അപ്പൊ ദിസ് ചക്ക് മോണ്ടിസോറി. അപ്പൊ മോണ്ടിസോറിക്ക് എന്താ അവിടെ ബാധിച്ചു എന്ന് വെച്ചാൽ മോണ്ടിസോറിക്ക് അപ്പൊ അവിടെ ഒരു ക്ലിക്കായി. മോണ്ടിസോറി സ്കൂള് തുടങ്ങണത് ഇതുപോലെ ഒരുപാട് കുട്ടികളെ ഓരോ പരീക്ഷണത്തിലൂടെയാണ് മോണ്ടിസോറി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് മോണ്ടിസോറിയുടെ ഈ മെത്തേഡ് ഉണ്ടാക്കുന്നത്. മോണ്ടിസോറി മെത്തേഡ് ഉണ്ടാക്കുന്നത് ഓരോ കുട്ടിയുടെയും ഓരോ ചലനം എങ്ങനെയാണ് ഈ കുട്ടി ചെയ്യണത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ചെയ്യണത്. അപ്പൊ ഇതിൽ നിന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് റിവാർഡ്, പനിഷ്മെന്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. റിയലൈസിംഗ് ദാറ്റ് ചിൽഡ്രൻ ഷോഡ് നോ നീഡ് ഫോർ റിവാർഡ്, പനിഷ്മെന്റ് വിച്ച് ഇന്റർവെൻസ് വിത്ത് ദ ചൈൽഡ് ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. അപ്പൊ ആ കുട്ടിയുടെ മാനസിക നില കുട്ടിക്ക് മനസ്സിലായ എന്താ, കുട്ടിയുടെ മനസ്സിന്റെ ഇത് അതിന് പ്രവർത്തനം, അവിടുത്തെ കുട്ടിക്ക് എന്താ അതുകൊണ്ട് ചെയ്യാൻ പറ്റുക, കുട്ടിയുടെ ചോയ്സ് എന്താണ്, അതിൽ നിന്ന് മനസ്സിലാക്കിയത് കുട്ടിക്ക് പ്രതിഫലത്തിന്റെയും ശിക്ഷയുടെയും ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കണ്ട, അത് കുട്ടി തെറ്റിയാൽ അതിനൊരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടിക്ക് അതെന്താ, വിച്ച് ഇന്റർവെൻസ് വിത്ത് ചൈൽഡ് ചോയ്സ് ഓഫ് ആക്ടിവിറ്റി, കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടി പ്രവർത്തിക്കണം. അതിനുള്ള ആ ഒരു ഇത് നമ്മൾ കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ കുട്ടി ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ അതിനൊരു പനിഷ്മെന്റ്, അതിന്റെ ഒരു റിവാർഡ്, ആ മെഡല നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടി ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കി അതിന്റെ കൂടെ തന്നെ നിൽക്കാം. അതാണ് ഇവിടെ പറയുന്നത്. കുട്ടി ഇഷ്ടപ്പെടുന്നത് എന്താ, കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് കുട്ടിയുടെ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ചൈൽഡ് ചോയ്സ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് വെറുതെ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ഒരു നീഡ് ഫോർ റിവാർഡ്, പനിഷ്മെന്റ്. കുട്ടി എന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റിവാർഡ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അതിനൊരു പനിഷ്മെന്റ്, എന്തെങ്കിലും തെറ്റിനും പറഞ്ഞ പനിഷ്മെന്റ് കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടിക്ക് അതൊന്നും വലിയ കാര്യമല്ല. നമ്മളൊരു കുട്ടി തെറ്റ് ചെയ്ത് ഒരു 2 അടി അടിച്ചാലും കുട്ടി എന്താ, അത് അപ്പൊ തന്നെ കഴിഞ്ഞു. അവർക്ക് എന്താ അത് തോന്നണേ, അവരത് ചെയ്ത് അത് തെറ്റി വീണ്ടും ചെയ്ത് അവർക്ക് സ്വയം തോന്നണം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. അല്ലാതെ നമ്മളൊരു കുട്ടീനെ കമ്പൽ ചെയ്ത് ചെയ്യിപ്പിക്കല്ല. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ഒന്ന് വായിച്ചേ, ലവേഴ്സ് ഓഫ് സൈലൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലവേഴ്സ് ഓഫ് സൈലൻസിന്ന് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ വന്നായിരുന്നു. അത് നമ്മളുടെ ഇതിലൊരു ചെറിയൊരു പാരഗ്രാഫ് ആണ് കൊടുത്തെങ്കിലും നമ്മളുടേതായ രീതിയിൽ നമുക്ക് എക്സാമ്പിൾ ഉണ്ടാക്കാം. നമ്മുടെ ചുറ്റുപാടും ഒരു കുട്ടീനെ കണ്ടുപിടിച്ചിട്ട്, നമ്മളുടെ ചുറ്റുപാടും ഒരുപാട് കുട്ടികളുണ്ട് ഇതിനെ പറ്റിയത്. നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും, നമ്മുടെ മക്കളിൽ ഉണ്ടാവും ഇതൊക്കെ. അപ്പൊ നമ്മൾ ഇത് വായിച്ച് മനസ്സിലാക്കി കണ്ടന്റ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വയം എഴുതണം. ഒരു പേജെങ്കിലും നിങ്ങൾ അത് എഴുതണം. ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് ഒരു പേജ്, മിനിമം ഒരു പേജെങ്കിലും ഉണ്ടായിരിക്കണം. കാണുമ്പോൾ ഒരു ചെറിയ പാരാഗ്രാഫാണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ എഴുതാന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കും. ഞാൻ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോ എന്തെന്നാണ് എഴുതാനുള്ളത്. ഇതിന് 2 ക്വസ്റ്റ്യൻസ് വരും. 2 ക്വസ്റ്റ്യൻസും ഒരേ ആൻസർ ഒന്ന് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതണം. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ എന്താ പറഞ്ഞേക്കണെന്ന് മാത്രമേ നമ്മൾ ഇവിടെ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ ഒരാളൊന്ന് വായിക്കാം. ഫസ്റ്റ് പറയാ, ഷെറീനാണോ തസ്നിയാണോ? 2 പേരും പറഞ്ഞിരുന്നു. അപ്പൊ ഒരാള്. ഞാൻ വായിക്കാനല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഞാൻ ഇപ്പൊ കേറിയതേ. മാം, ഞാൻ കഴിഞ്ഞ ഒരു ഡിസംബർ 13-ാം തീയതി കണ്ട മാം പറഞ്ഞ മറിയം മോണ്ടിസോറിയുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഇതുവരെ അതിന് മാർക്ക് ഇട്ടിട്ടില്ലല്ലോ. തരും 3 ആഴ്ചക്കുള്ളിൽ വരും പറഞ്ഞത്. തരും. നിങ്ങൾ ഏതിലാണ് സബ്മിറ്റ് ചെയ്തത്? ക്ലാസ് റൂമിലാണോ വാട്സപ്പിലാണോ? ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് വാട്സപ്പിൽ ആദ്യം സബ്മിറ്റ് ചെയ്യണമെന്ന് അറിയാനാണ്.
വേണ്ട വേണ്ട, നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്താൽ മതി, എനിക്ക് മാർക്ക് തരും. ഞാൻ ഓർത്ത് ഏരിയയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ട് നോക്കാത്ത അല്ല, മിസ്റ്റേക്ക് എന്തായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ ഇനി ലവേഴ്സ് ഓഫ് സൈലൻസ് ആരാ വായിക്കാം? ഒരാള് ഇതിന് മുമ്പ് പറഞ്ഞില്ല, കസ്മിക്ക് മുന്നേ ഒരാള് പറഞ്ഞായിരുന്നു. ശരി. ശരി വായിച്ചോ. ലവേഴ്സ് ഓഫ് സൈലൻസ്. Lovers of Silence. Dr. Montessori recounted an event where she brought a 4-month-old baby girl into her classroom. Maria Montessori was not surprised that the little girl was so still and quiet and wanted to share this feeling with the children in the class. She told the class in a joking manner, "None of you could do so well." Maria was taken aback that her children were able to keep silent. She went further to say how soft her breath is. Now, none of you could breathe silently as she. The children took Maria to task. At that moment, holding their breaths, there was an impressive silence. It was therefore a real revelation when the Montessori discovered that deep down in the souls, children have a great love of silence. Today, the silence game has become a part of Montessori classrooms. ഓക്കെ, ഇപ്പൊ ഇതില് ചെറിയൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കുട്ടിയുടെ കാര്യങ്ങൾ, ലവേഴ്സ് ഓഫ് സൈലൻസ്, സൈലൻസിന്റെ നിശബ്ദതയെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അത് മാത്രമേ പറയുന്നുള്ളൂ. ഇതില് പറയണത് എന്താ? ഡോക്ടർ മോണ്ടിസോറി മോണ്ടിസോറിയുടെ ക്ലാസ് റൂമിലോട്ട് 4 മാസം പ്രായമുള്ള ഒരു കൊച്ചിനെ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടീനെ കൊണ്ടുവന്നപ്പോ മറിയ മോണ്ടിസോറി എന്ത് ചെയ്തു? കുറച്ചു നേരം ആ കുട്ടി, ഞാൻ ക്ലാസ് റൂമിൽ ഒരുപാട് കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ 3.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ എവിടെ ഉണ്ടാവും? മറിയ മോണ്ടിസോറിയുടെ ക്ലാസ്സിൽ ഉണ്ടാവും. അതിന്റെ ഇടയിലോട്ടാണ് ഈ 4 മാസം പ്രായമുള്ള ഒരു കുട്ടിനെ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പൊ മറിയ മോണ്ടിസോറി നീങ്ങി മാറി നിന്നിട്ട് ഈ കുട്ടീനെ ഇവരിങ്ങനെ നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിച്ചപ്പോൾ എന്താ, ഈ കുട്ടി കുട്ടിക്ക് എന്തൊക്കെ ചെയ്യണം എന്നാ, കുട്ടി 4 മാസം പ്രായമുള്ളൂ അല്ലെ. അപ്പൊ ആ കുട്ടികളുടെ ഇടയിൽ നിന്നിട്ട് അതിന്റെ എന്തോ ചെയ്യണം എന്ന്, അതിനെല്ലാം അതിനിങ്ങനെ ഇവരെ കണ്ടിട്ട് ഇവരെ കൂടെ കളിക്കണോ, ഇവരെ കൂടെ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ആ കുട്ടിയുടെ വികാരം പങ്കിടാനായിട്ട് ആ കുട്ടി ഇങ്ങനെ പല ഇതും കാണിക്കും കുട്ടിക്ക്. അപ്പൊ ഇവർക്ക് മനസ്സിലായി, മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടിക്ക് ഒരുപാട് വികാരങ്ങളുണ്ട്. ഈ കുട്ടികളുടെ കൂടെ ഓടണം, ചാടണം, കളിക്കണം, അവരെ കൂടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ 4 മാസം പ്രായമല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിന്നപ്പോ മറിയ മോണ്ടിസോറിക്ക് ഇത് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. ഈ കുട്ടി ഇങ്ങനെ അവരുടെ കൂടെ അതിന്റെ ആഗ്രഹങ്ങൾ പങ്കിടാൻ മറിയ മോണ്ടിസോറിക്ക് വലിയതായിട്ട് തോന്നിയില്ല. അപ്പൊ മറിയ മോണ്ടിസോറി ഈ കുട്ടികളോട് വന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, കുട്ടികളെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും ഇത്ര നന്നായിട്ട് ഈ കുട്ടീനെ പോലെ ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ കുട്ടി സൈലന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തന്റെ മക്കൾക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുമെന്നാണ് മറിയ മോണ്ടിസോറിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. കാരണം ആ ഒരു കുട്ടി അത്രയും കുട്ടികളുടെ ഇടയിൽ വന്നിരുന്നപ്പോ ആ കുട്ടികളെല്ലാവരും കൂടി എന്തായി, ഈ കുട്ടിയെ തന്നെ നോക്കിയിരിക്കണേ, ഈ കുട്ടി അവിടെ ഇരുന്ന് കളിക്കണ്, ഇവരോട് ചിരിക്കണ്, ഇവരോട് വർത്താനം പറയാൻ ശ്രമിക്കണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ചുറ്റുമുള്ള കുട്ടികൾ എന്താ, ആ ക്ലാസ് റൂമിൽ ഭയങ്കര സൈലന്റ് ആയി. എല്ലാ കുട്ടികളും ആരെ ഫോക്കസ് ചെയ്യണേ? ഈ ഒരു കുട്ടീനെ ഇങ്ങനെ എന്താ ചെയ്യാൻ പോണെ, ഇനി എന്ത് ചെയ്യും, ഇവരിങ്ങനെ നോക്കിയാണ് ആ കുട്ടീനെ. ആ ക്ലാസ് റൂം നല്ല സൈലന്റ് ആയിട്ടിരുന്നു. അപ്പൊ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി, ഈ കുട്ടികൾക്ക് എല്ലാവർക്കും നിശബ്ദത പാലിക്കാൻ പറ്റും, നിശബ്ദത ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എത്ര നേരം വേണമെങ്കിലും ആ ഒരു കുട്ടീനെ കൊണ്ട് നിർത്തിയപ്പോ ആ ക്ലാസ് അത്രയും സൈലന്റ് ആയെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട് അല്ലെ. നമ്മളിപ്പോ അംഗൻവാടിയിലൊക്കെ ചെല്ലുമ്പോ കുട്ടികളോട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാലും ടീച്ചർമാർ ഇങ്ങോട്ട് നീങ്ങി വരുമ്പോഴത്തേനും അവളെ വീണ്ടും തുടങ്ങും. കുട്ടികൾ തമ്മിൽ ഒന്നല്ലെങ്കിൽ കല്ല് എടുത്താം, അവൾ എന്തെടുത്ത്, ഇവളെന്റെ പെൻസിൽ എടുക്കുന്നു പറഞ്ഞ അവർ തമ്മിൽ പരസ്പരം ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെ ടീച്ചർ അത് സോൾവ് ചെയ്ത് ടീച്ചർ വന്ന് ഇരുന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കുട്ടികൾ അങ്ങനെയാണ്. എല്ലാ കുട്ടികളും ഒന്നിന് പേര്. പക്ഷെ അപ്പൊ ഈ മറിയ മോണ്ടിസോറിക്ക് ഇതെങ്ങനെ മനസ്സിലായേ? ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് മണിക്കൂറോളം, ആ 4 മാസമുള്ള കൊച്ചിനെ 1-2 മണിക്കൂറോളം അത് അത്രയും നേരം ആ കുട്ടിയുടെ കൂടെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ നിന്ന് ആ ക്ലാസ് സൈലന്റ് ആയിട്ടിരുന്നു. പിന്നെന്താ അതില് പറയണത്? അതില് പറയണ്ട്, she told the class in joking manner, none of you could so well. Maria taken back children were about to
സൈലന്റ്. അങ്ങനെ ഭയങ്കര സൈലന്റ് ചെയ്യണോ? ഹഫ്സത്തിന് അവിടെ ഇതുണ്ട്. ഓക്കെ ഇതൊന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ ഓക്കെ. അപ്പൊ പറയാം മോൺസോർക്ക് മനസ്സിലായി ഹൗ സോഫ്റ്റ് ഹെർ ബ്രീത്ത് ഈസ്. അവരുടെ ശ്വാസം അവരിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവരുടെ ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ ശ്വാസം വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നി. പറയാം മോൺസോർക്ക് തോന്നിക്കുക. അപ്പൊ എല്ലാ പിള്ളേരും സൈലന്റ് ആയിട്ട് ഇരിക്കുക. പിള്ളേര് അവിടെ നിന്ന് ഓടി കളിച്ചേർന്ന പിള്ളേര്, കളിച്ചേർന്ന പിള്ളേര്, അവിടെ തല്ലി പിടിച്ചേർന്ന കുട്ടികളെല്ലാവരും കൂടി ഈ ഒരു കുട്ടീനെ കണ്ടോടുകൂടി അവിടെ ഒക്കെ സൈലന്റ് ആയി. അപ്പൊ മറിയം മോണ്ടിസോറി എന്താ പറഞ്ഞേ? അവരുടെ ആ ശ്വാസം, അവരുടെ ആ മക്കളുടെ ആ ഒരു ശ്വാസം എത്ര മൃദുവാണ്. അവരിൽ നമ്മൾക്ക് ആ കുട്ടികളെ പോലെ നിശബ്ദമായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും, എത്ര മുതിർന്നവര് ആ കുട്ടികളെ അങ്ങനെ ഇരിക്കുന്ന പോലെ നമ്മൾക്ക് അങ്ങനെ ഇതുമായിട്ട് ഇരിക്കാൻ പറ്റില്ല. നൺ ഓഫ് യു കുഡ് ബ്രീത്ത് സൈലന്റ്ലി. ആശയം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എത്ര വന്നാലും നിശബ്ദമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടികളോട് മറിയം മോണ്ടിസോറി അവരോട് കുറച്ചു നേരം പറഞ്ഞു, നിങ്ങൾ ശ്വാസം അടക്കി പിടിച്ചിട്ട് ഇരിക്കുക. നിങ്ങൾ കുറച്ചു നേരം, ഈ കുട്ടി കഴിഞ്ഞു, ഈ കുട്ടീനെ കൊണ്ടുപോയി, എന്നിട്ട് ഞാൻ പറയാണ് ഇനി നിങ്ങൾ കുറച്ചു നേരം ശ്വാസം അടക്കി പിടിച്ച് നിങ്ങളുടെ ആത്മാവിലോട്ട് ഉള്ളിലോട്ട് ശ്വാസം ഇരിക്കാൻ വേണ്ടി പറഞ്ഞു മോണ്ടിസോറി. അങ്ങനെയാണ് നമുക്കൊരു മെഡിറ്റേഷൻ. മറിയം മോണ്ടിസോറിയിൽ നിങ്ങൾ ആരെങ്കിലും മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാറുണ്ടോ? നിങ്ങളുടെ മോണ്ടിസോറി ക്ലാസ്സിൽ അപർണ മിസ് ആണോ അശ്വതി മിസ് ആരെങ്കിലും മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കലുണ്ടോ? ഇല്ല. ഇതുവരെ നിങ്ങൾ മോണ്ടിസോറി ക്ലാസ്സിൽ മെഡിറ്റേഷൻ ചെയ്തിട്ടില്ല? ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ചെയ്യണം. നമുക്കപ്പൊ മെഡിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മോണ്ടിസോറി മെത്തേഡ് പഠിക്കുന്ന ഒരാള് ഫെസിലേറ്റർ ആണെങ്കിൽ കുട്ടികളെ മെഡിറ്റേഷൻ എല്ലാ മോണ്ടിസോറി സ്കൂളിലും PG ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, മെഡിറ്റേഷൻ ഉണ്ടായിരുന്നല്ലേ? ആ ഓക്കെ ഓക്കെ, PG ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ നമ്മൾ തുടക്കത്തിലേ തുടങ്ങണം. കാരണം നമ്മൾ ഓരോ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വരെ ജിഷാമൻ ചെയ്യിപ്പിച്ചു തന്നു. ഓക്കെ, മെഡിറ്റേഷൻ വേണം. ഞാൻ വിട്ടുപോയതാണ്. നമ്മൾ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മോണ്ടിസോറി കുട്ടികളുടെ ക്ലാസ് തുടങ്ങി ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴൊക്കെ തന്നെ കുട്ടികളോട് ഒരു 10 മിനിറ്റ് അവര് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതിൽ 2 പേരും ജസ്റ്റ് പറഞ്ഞോളൂ അവർക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ വേണ്ട. നിങ്ങൾ ഇവിടെ ചെയ്ത് 2 പ്രാവശ്യം നിങ്ങൾ ഇവിടെ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ ഫ്രീ ഉള്ള ടൈമില് നിങ്ങൾ സ്വന്തമായിട്ട്, ഇവിടെ നമുക്ക് അധികം ടൈമില്ല, നമുക്ക് ആദ്യം 1 മണിക്കൂറേ ഉള്ളൂ. ആ 1 മണിക്കൂർ നമ്മൾ മെഡിറ്റേഷന് ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ടൈം പോകും. ഇവിടെ നമുക്കൊരു 2-3 മിനിറ്റ് ഒക്കെ എടുക്കാം. നിങ്ങൾ എന്നിട്ട് ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യണതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. നമുക്ക് ബ്രീത്ത് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രോബ്ലംസ്, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നമ്മൾ ചുറ്റിലുള്ളത് നമുക്കെല്ലാവരും നമ്മുടെ തിങ്കിങ് പവർ എല്ലാം കൂടും നമുക്ക് മെഡിറ്റേഷൻ വഴി. അപ്പൊ ഈ മെഡിറ്റേഷൻ ഇത്ര ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് അറിയാം മോണ്ടിസോറി കുട്ടികളെയും കൂടി ഇതിൽ പറഞ്ഞു കൊടുത്തു. അതാണ് ഈ ലവേഴ്സ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് തീം മോണ്ടിസോറി കൊണ്ടുവന്നു ഈ ഒരു കാര്യം വെച്ചിട്ട്. ഓക്കെ, അപ്പൊ മോണ്ടിസോറി സ്കൂളിൽ മെഡിറ്റേഷൻ കൊണ്ടുവരാനും മെയിൻ കാരണം ഈ ലവേഴ്സ് ഓഫ് സൈലൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ കുട്ടികൾ എന്നിട്ട് ആ കുട്ടികളോട് ശ്വാസം അടക്കി പിടിച്ച് കുറച്ചു നേരം ഉള്ളിലോട്ട് ശ്വാസം എടുക്കാനും അറിയാം മോണ്ടിസോറി അവരോട് പറഞ്ഞു. അങ്ങനെ കുട്ടികൾക്ക് അത് വലിയ ഇഷ്ടമായി. മോണ്ടിസോറി ഇങ്ങനെ ചെയ്യിപ്പിച്ചപ്പ മോണ്ടിസോറി കുട്ടികളോട് പറഞ്ഞു, കണ്ണടച്ച് നിങ്ങൾ കുറച്ചു നേരം ശ്വാസം വലിച്ചു പിടിക്കാം, കുറച്ചു നേരം ശ്വാസം താഴ്ത്തോട്ട് അങ്ങനെ ഇറക്കി ലിങ്ക് ചെയ്ത് ബഡ്ജ് ചെയ്ത് അങ്ങനെ പിടിച്ച് കുട്ടികൾക്ക് എന്തായി, അത് ഭയങ്കര ഇഷ്ടമായി. അതൊരു ഗെയിം ആയിട്ട് അവരെടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, ലാസ്റ്റ് മോണ്ടിസോറി കണ്ടെത്തിയപ്പോ ഇതൊരു മറിയം മോണ്ടിസോറിയില് സൈലന്റ് ഗെയിം. കുട്ടികൾ ഇങ്ങനെ എല്ലാവരും ഒരാള് പോലും എല്ലാവരും ശ്വാസം സൈലന്റ് ആയിട്ട് വെക്കുമ്പോ ആ ക്ലാസ് റൂം ഫുൾ സൈലന്റ് ആയിരിക്കും അല്ലെ? അതിന്റെ ഇടയിൽ ഒരാളെങ്കിലും ഒന്നനങ്ങിയ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതൊരു ഗെയിം ആയിട്ട് എടുത്ത് ഞാൻ എത്ര ടീച്ചർ പറയാണ്ട് കണ്ണു തുറക്കൂല, ടീച്ചർ പറയാണ്ട് ശ്വാസം വിടില്ല, ടീച്ചർ പറയാണ്ട് ശ്വാസം എടുക്കില്ല. ഓരോ കുട്ടികളും അങ്ങനെ വിചാരിച്ച് അല്ലെ?
അപ്പൊ അതിന്റെ ഒരു സൈലന്റ് ഗെയിം ഇത് മോണ്ടിസോറി ക്ലാസ് റൂമില് പ്രധാന ഭാഗമായിട്ട് മാറി. അതാണ് ഇപ്പൊ ഇതിൽ പറയണത്. മറിയ മോണ്ടിസോറിയുടെ ആ നിശബ്ദത എന്നത് ശാന്തവും നിശ്ചലവുമായ ഒരു അവസ്ഥയാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അത് സ്വയം ദിശാബോധത്തിലൂടെയും താല്പര്യത്തിലൂടെയും വേണം നമ്മൾ കുട്ടികളിൽ ചെയ്യിപ്പിക്കാനായിട്ട്. അവർക്ക് സ്വയം തോന്നണം. നമ്മൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നതല്ല, അവർക്ക് ഇഷ്ടം വന്നു അങ്ങനെ സ്വയം ചെയ്യിപ്പിക്കണം. നിശബ്ദത കുട്ടികളെ സഹായിക്കണമെന്നാണ് അവർക്ക് മറിയ മോണ്ടിസോറിയിൽ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ തരും. ഇപ്പൊ ഞാൻ ശരിക്കും നമ്മൾ പറഞ്ഞു സൈലന്റ് ഗെയിം എന്ന് പറഞ്ഞു. ഈ നവേഴ്സ് ഓഫ് സൈലൻസ് ഗെയിം എന്ന് പറയുന്നത് അതൊരു സൈലന്റ് ഗെയിമാണ്. ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് മോണ്ടിസോറി ക്ലാസ് റൂം. മോണ്ടിസോറി ക്ലാസ് റൂമിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സൈലന്റ് ഗെയിം. വൈ ഡു യു സേ ദാറ്റ്? ഇവിടെ എന്താ പറയണത് ഒന്ന് പറയാമോ? ഈ പാരാഗ്രാഫ് കൊണ്ട് എന്താ പറയണേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ലവ് ഓഫ് സൈലൻസ്, സൈലന്റിന്റെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഈ ഒരു പാരാഗ്രാഫിൽ ഒരു കുട്ടി ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ആ കുട്ടീനെ എല്ലാവരും കൂടി നോക്കി. അപ്പൊ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. പല ഒരു 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 10 കുട്ടികൾ ഒരു ഗ്യാങ്ങായിട്ട് കളിക്കണം, വേറെ 10 കുട്ടികൾ വേറെ ഗ്യാങ്ങായിട്ട് കളിക്കണം. എങ്കിൽ ഈ 30 കുട്ടികൾ പല പല കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 4 വയസ്സുള്ള ഒരു കുട്ടീനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പൊ ഈ 30 കുട്ടികളും അവരുടെ കളികളൊക്കെ നിർത്തി എവിടെ വന്നു? ഈ 4 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് വന്നു. ഈ കുട്ടിയുടെ അടുത്ത് വന്ന് ആ കുട്ടിയുടെ കളി, 4 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയും എങ്ങനെയായിരിക്കും? 4 വയസ്സല്ല, സോറി 4 മാസം, സോറി ഇതാ, ഈ 4 മാസമുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ആ കുട്ടിയുടെ കളി, ചിരി, കുട്ടിയുടെ കുഞ്ഞിക്കാല്, കുഞ്ഞിക്കൈ അല്ലെ? ഇതൊക്കെ കണ്ട് ഈ 30 കുട്ടികളും ഈ 3.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ മോണ്ടിസോറി പഠിക്കുന്ന 30 കുട്ടികളും ആരുടെ ചുറ്റും വന്ന്? ഈ ഒരു 4 മാസം പ്രായമുള്ള കുട്ടിയുടെ ചുറ്റും വന്നു. എന്നിട്ട് ഈ കുട്ടിയുടെ കളി, ചിരി, ഈ കുട്ടി കളി നോക്കി കിടന്ന് അതൊക്കെ നോക്കി ഇതിന് വാച്ച് ചെയ്യാണ്. അപ്പൊ അവിടെ ആരും സംസാരിക്കണില്ല, കളിക്കുന്നവര് കളിക്കണില്ല, തല്ല് പിടിച്ചവര് തല്ല് പിടിക്കണില്ല. അവര് ഫുള്ള് കാമായിട്ട് ഭയങ്കര നല്ല ശാന്തമായിട്ട് ഈ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായ? ഒരു 1/2 മണിക്കൂർ ആ കുട്ടി, ആ കൊച്ചവിടെ ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ ക്ലാസ് റൂം ഭയങ്കര സൈലന്റ് ആയി. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയണത്. സൈലന്റ് ഗെയിം എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് മറിയ മോണ്ടിസോറി, ഒരു കുട്ടി പോയി കഴിഞ്ഞപ്പോ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടികൾക്ക് എന്തുണ്ട്? സൈലന്റ്, നിശബ്ദത ആകാനുള്ള ഒരു ഇതുണ്ട്. തന്റെ മക്കൾക്ക് നിശബ്ദത പാലിക്കാൻ കഴിയും എന്ന് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. മറിയ മോണ്ടിസോറിക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോ മറിയ മോണ്ടിസോറി കുട്ടികളോട് ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണ്. ആ ഗെയിമാണ് സൈലന്റ് ഗെയിം. ആ ഗെയിം എന്താ? മെഡിറ്റേഷൻ എന്ന് പറയും. ഓക്കെ, ആ ഗെയിം മറിയ മോണ്ടിസോറി കുട്ടികളോട് പിന്നെ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് എങ്കിലും മറിയ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഇത് ചെയ്യിപ്പിക്കും. എത്ര ഒച്ചപ്പാട് ബഹളം ഉണ്ടെങ്കിലും ഈ മെഡിറ്റേഷന്റെ ടൈമിൽ എല്ലാവരും ഒരുമിച്ച് വന്ന് കണ്ണക്കടച്ച് ശ്വാസം ബ്രീത്ത്, ഹോൾഡിംഗ് ഡെയർ ബ്രീത്ത്, അങ്ങനെ ശ്വാസം പിടിച്ചു വെച്ച് അവരെന്ത് ചെയ്യും? അവര് ഇത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് സൈലന്റ് ഗെയിം എന്നത് മറിയ മോണ്ടിസോറിയുടെ ക്ലാസ് റൂമിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്. അതിനെ ഇതിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മളതിൽ എന്താ പറയാ? മെഡിറ്റേഷൻ എന്നാ പറയാ. അതെല്ലാ മോണ്ടിസോറി ക്ലാസ്സിലും എല്ലാ ഫെസിലിറ്റേറ്ററും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ക്ലാസ് റൂം ഒന്നല്ലെങ്കിൽ ക്ലാസ് റൂം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ക്ലാസ് ഒക്കെ തുടങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർമാര് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ കുട്ടികളെ വിളിച്ചിട്ട് എല്ലാവരും വരും, നമ്മളൊരു മെഡിറ്റേഷൻ, ഫസ്റ്റ് മെഡിറ്റേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞ് കുട്ടികളെ വിളിച്ചു നോക്കിയേ, എല്ലാ കുട്ടികളും ഓടി വരും. എന്നിട്ട് അവർ കണ്ണടച്ച് ബ്രീത്ത് എടുക്കുമ്പോഴും ബ്രീത്ത് സിങ്ക് ചെയ്യുമ്പോഴും നമ്മൾ ഇവർ കണ്ണടച്ചിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോ ഒരു പാട്ട് പാടിക്കൊടുക്കുക, കണ്ണ് തുറക്കിയിട്ടെന്ന് പറയണം അല്ലെ? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവര് നല്ല ഇരുത്തത്തില് റിലാക്സ് ചെയ്ത് എന്നിട്ട് അവരോട് പറയാം, നമ്മൾക്ക് ഒരേ പാട്ട്, ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊടുക്കുക. നമ്മൾ പാടുമ്പോ കുട്ടികള് അത് മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ, ചുറ്റും നടക്കണത്, ഒരു കിളിയുടെ ശബ്ദം കേൾക്കരുത്, അങ്ങനെ നമ്മൾ പറയാം. ഫസ്റ്റ് തന്നെ നമ്മള് ഓരോന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ കണ്ണടച്ച ഇനിയിപ്പോ അവിടെ ഒരു ആൾ ബെല്ലടിക്കുന്ന ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ കുട്ടികൾ അത് ശ്രദ്ധിക്കും.
ഓക്കെ. പിന്നെ ഒരു വണ്ടി പോണ ഹോണടി നിങ്ങൾ കേൾക്കുന്നുണ്ടോ കുട്ടികൾ? അപ്പൊ അത് ശ്രദ്ധിക്കും. അങ്ങനെ അവരുടെ സൈലന്റ് ഗെയിം, അത് നമുക്ക് ഇഷ്ടമുള്ള സമയം വരെയും അവരെ ഹോൾഡിംഗ് ദെയർ ബ്രീത്ത്, നമ്മുടെ അവർക്ക് ബ്രീത്ത് ഇങ്ങനെ പിടിച്ചു വെച്ച് നമുക്കത് ചെയ്യിപ്പിക്കാം. അപ്പേ ഡൗൺ ചെയ്തിട്ട് മുകളിൽ ശ്വാസം എടുത്ത് ശ്വാസം താഴ്ത്ത് ചെയ്തു. നമുക്ക് എത്ര നേരം വേണമെങ്കിലും കുട്ടികളെ ഇരുത്താൻ പറ്റും ക്ലാസ് റൂമിൽ. 1 മണിക്കൂർ വേണോ നമ്മൾ കുട്ടികളെ ഈ സൈലന്റ് ഗെയിം വെച്ച് ഇരുത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും പറ്റും. ഓക്കെ, അതാണ് ഇതില് പറയണത്. ഇതില് വെറുതെ കണ്ടന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഴുതണം. നിങ്ങളുടെ കുട്ടികളെ നിരീക്ഷിക്കുക. കുട്ടികൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എപ്പോഴാണ്? ഇതിപ്പോ ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ മാത്രമേ 4 മാസം പൂർത്തിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഴുതാം. സൈലന്റ് ഗെയിമിൽ ഇപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻസ് കണ്ടത്, സൈലന്റ് ഗെയിം ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് മോണ്ടിസോറി ക്ലാസ് റൂം. വൈ ഡു യു സേ ദാറ്റ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണേ? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഏകദേശം നിങ്ങളുടെ രീതിയിൽ മലയാളത്തിലെങ്കിലും ഒരു 5-6 വാക്കുകൾ കിട്ടില്ലേ? നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് തന്നെ വീണ്ടും ഇതെന്നെ വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സാമിൽ ചോദിക്കും. വാട്ട് ഇവന്റ് ഷോക്ക്ഡ് മറിയ മോണ്ടിസോറി ദാറ്റ് ഹർ ചിൽഡ്രൻ വുഡ് റിമെയിൻ ചിൽഡ്രൻ? എന്നുവെച്ചാൽ എന്താ? മറിയ മോണ്ടിസോറിക്ക് ഷോക്ക് ആയി പോയിട്ട് തന്റെ മക്കൾക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുമെന്ന് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ മറിയ മോണ്ടിസോറിക്ക് ഇത് ഭയങ്കര ഷോക്കായിട്ട് തോന്നാൻ കാരണം എന്തുകൊണ്ടാണ്? ഈ ലവേഴ്സ് ഓഫ് സൈലൻസ്, സൈലൻസിനെ സ്നേഹിച്ചപ്പ കുട്ടികൾ അത്രയും നേരം ഇരുന്നപ്പ മറിയ മോണ്ടിസോറിക്ക് അത് ഷോക്കായി പോയി. കുട്ടികൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അതുവരെ ആ ക്ലാസ്സിൽ കഥവില കൂടിക്കൊണ്ട കുട്ടികള് ആ ഒരു കുട്ടി വന്നപ്പോഴാണ് ഇരിക്കാൻ തോന്നിയത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തൂടെ? സിമ്പിൾ അല്ലേ? 1 പേജ് ഉള്ളൂ. A4 ഷീറ്റില് A4 നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ആ ഒരു ബുക്കില് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഞാൻ തരും. ഞാൻ ഇവിടെ പറഞ്ഞെന്നുള്ളൂ. ഇനി ക്ലാസ് റൂമിൽ തന്നു കഴിയുമ്പോൾ അത് എന്താന്ന് ചോദിക്കരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അവിടെ ഇടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ആയാലും ഒന്നാമത്തെ സൈലന്റ് ഗെയിം ആയാലും രണ്ടും ഒന്ന് തന്നെ. രണ്ടിനും ഒരു ഉത്തരവുള്ളൂ. ഓർമ്മയിട്ട് തരുള്ളൂ. പരീക്ഷക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്ന് അറിഞ്ഞത്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വന്നാലും ഈ ഒരു ഉത്തരം തന്നെ എഴുതിയാൽ മതി. മനസ്സിലായ? ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 2 ക്വസ്റ്റ്യൻസ് കണ്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രണ്ടിനും ഒരു ഉത്തരം തന്നെ. അപ്പൊ നമ്മുടെ അസൈൻമെന്റ് ബുക്ക് എടുക്കാം. 4 month ബേബി എക്സാമ്പിൾ അല്ലാതെ വേറെ എക്സാമ്പിള് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ആരാ? നിങ്ങൾ മോണ്ടിസോറി പഠിപ്പിക്കണതല്ലേ? പഠിപ്പിക്കാനായിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കണേ? നിങ്ങൾ സ്റ്റുഡന്റ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫെസിലിറ്റേറ്റർ ആണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം. ഞാൻ നിങ്ങളുടെ ലീഡ് ചെയ്യുന്നു. നാളെ നിങ്ങള് 1 word ക്വസ്റ്റ്യൻസ്, ആ 1 word ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇത് അസൈൻമെന്റിന്റെ ഇതില് ഒരു ഐഡിയ കിട്ടിയില്ല മാം. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലേ? ഇതിനെ കുറിച്ചൊന്നും എഴുതാനും ലവ് ഓഫ് സൈലൻസിനെ കുറിച്ച് ആർക്ക് ഐഡിയ കിട്ടാത്ത? കിട്ടിയവരൊന്ന് പറഞ്ഞേ, ആരൊക്കെ ഉണ്ട് കിട്ടിയവര്? ഞാൻ ഓണാക്കാം. അൺമ്യൂട്ട് ചെയ്തു. എങ്ങനെ എഴുതണം എന്നാണ് കിട്ടാത്തത്. എങ്ങനെ എഴുതണം എന്ന് വെച്ചാല് നമ്മള് ലവ് ഓഫ് സൈലൻസ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് തമ്മില്ലേ? സൈലന്റ് ഗെയിം ഹാസ് ബിക്കം പാർട്ട് ഓഫ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് എഴുതാം. ക്വസ്റ്റ്യൻസ് എഴുതാം. അതിന് താഴെ ഈ ലവ് ഓഫ് സൈലൻസ് എന്താ മീൻ ചെയ്യണം? ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു കുട്ടികൾ സൈലന്റ് ആവാനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ? മെഡിറ്റേഷൻ ചെയ്താ, സൈലന്റ് ഗെയിംസ്. മാം എക്സാമ്പിൾ ആണോ എഴുതേണ്ടത്? എക്സാമ്പിളോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യമില്ല. എക്സാമ്പിളോട് കൂടി ഇതിന് പറഞ്ഞേക്കുന്നത് എന്താ? ഇവൻ നമ്മളിപ്പോ ഒരു സ്റ്റോറി, അവർക്ക് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറയുമ്പോ അവര് സൈലന്റ് ആയിട്ട് ഇരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഗെയിം അവർക്ക് കളിക്കുമ്പോ നമ്മൾ എക്സാമ്പിൾ എഴുതാം. നമ്മളിപ്പോ ഒരു മായാവിയുടെ കഥ പറയുമ്പോ നമ്മൾ കുട്ടികളോട് കഥ പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അത് പെരുപ്പിച്ചല്ലേ പറയുള്ളൂ. നമ്മളെങ്ങനെ ഒരു ഇങ്ങനെ വന്നു രാത്രി, അപ്പൊ കുട്ടികൾ ഇങ്ങനെ രാത്രിയാകുമ്പോ എന്തുണ്ടാവും? ഇങ്ങനെ കാണാനായിട്ട് നിൽക്കുകയായിരിക്കും ഒരു പ്രേതം. അങ്ങനെയൊക്കെ പറയുമ്പോ കുട്ടികൾക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും. കുട്ടികൾ അത് ഉണർന്നിരുന്ന് നമ്മൾ അതിന് പൊലിപ്പിച്ചാൽ നമ്മൾ പറയുള്ളൂ. സാധാരണ ലെവല് സിമ്പിൾ ആയിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയില്ല. ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് വലുതാക്കി അതിനെ നമ്മുടെ ഒരു എക്സ്പ്രഷൻ നമ്മള് കുട്ടികളോട് എങ്ങനെ പറയാ? അതേ രീതിയിലാണ് പറയുള്ളൂ. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമാണ് അല്ലെ? അവർക്ക് സ്റ്റോറീസ് കേൾക്കാനും അതിനെ കുറിച്ച് അറിയാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ അവരിയ്ക്കും. അങ്ങനെ പറഞ്ഞാലും മതി. നിങ്ങൾക്ക് എന്താണോ കുട്ടികൾ ഇരിക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളുണ്ട്.
ചുറ്റുപാട് കുട്ടികളുണ്ട്. നമ്മൾ കുട്ടികളുടെ ഓരോ നീക്കവും നമുക്കറിയാം. നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം. നമ്മൾ ഇവിടെ എന്ത് മനസ്സിലാക്കിയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വേണം നാളെ നിങ്ങൾ മോണ്ടിസോറി സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടുത്തെ കുട്ടികളോട് പറയാൻ. അത് ഞാൻ എത്ര പറഞ്ഞാലും എന്റെ ഐഡിയ അല്ലേ, നിങ്ങൾക്ക് തോന്നണ്ടേ നിങ്ങളുടെ എല്ലാ ഐഡിയയിലല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ബുക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ അസൈൻമെന്റ് എഴുതിയ അതേ തന്നെ സെയിം ബുക്കാണോ അതിന്? നമ്മുടെ മോണ്ടിസോറി തിയറി ഒക്കെ എഴുതിയ അതേ ബുക്കിൽ തന്നെ രണ്ടാമത് നമ്പർ ഇട്ട, ഞാൻ ഒന്നാമത്തെ തന്നിട്ടുണ്ട്, രണ്ടാമത്തെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻസ് എഴുതാം, അതിന്റെ താഴെ ഇത് എഴുതാം. ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ന് ക്ലാസ് റൂമിനകത്ത് കിട്ടും, അന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ടൈമുണ്ട്, വേണ്ടവർക്ക് സബ്മിറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഈ ഒരു പാരാഗ്രാഫ് എടുത്തത് കൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഈ പാരാഗ്രാഫ് ചെറുതാണെങ്കിലും സൈലന്റ് ലവേഴ്സ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിലും അതിന് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. പിന്നെ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ മെഡിറ്റേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പൊ മെഡിറ്റേഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, സോറി സൈലന്റ് ഗെയിം ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് മെഡിറ്റേഷനിൽ കുട്ടികളെ നമുക്ക് അങ്ങനെ ഇരുത്താം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഒരു പേജ് കിട്ടും, നിങ്ങൾ എഴുതി വരുമ്പോഴില്ലേ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നമ്മൾ അങ്ങനെ ശ്രമിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് ഇനി സൈലന്റ് ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി അറിയോ മലയാളത്തിലില്ല, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണം. ഓക്കെ, മലയാളത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അത് ഇംഗ്ലീഷിലോട്ട് എഴുതാൻ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. മാം ഒരു കാര്യം ചോദിച്ചത് നിങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ട് ഇപ്പൊ ഇംഗ്ലീഷ് കിട്ടാത്തവർ എന്ത് ചെയ്യണമെന്ന് അറിയോ? അതിനൊരു ട്രിക്ക് ഉണ്ട്. എല്ലാവരും നമ്മള് ആൻഡ്രോയിഡിന്റെ ഫോൺ ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഇത് കിട്ടാത്ത ഇല്ല. ഗൂഗിൾ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് ഗൂഗിളില് ക്രോമില് ഒരുപാട് ഇതിൽ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് വേണം, മലയാളത്തിൽ നമ്മൾ അതിന്റെ ഒരു കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അത് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആപ്പുകൾ ഉണ്ട് ഇല്ലേ? ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണ ഒരുപാട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് ചെയ്യാം. തെറ്റില്ലെങ്കിൽ ഇവിടെ തിരുത്തി തരും. പക്ഷെ നിങ്ങൾക്ക് സ്വയം മലയാളത്തിലായാലും നിങ്ങൾക്ക് സ്വയം തോന്നണം. നമ്മൾ കുട്ടികളോട് ചെന്നുകൊണ്ട് നമ്മൾ അമേരിക്കയിലൊന്നും ക്ലാസ് എടുക്കാൻ പോണില്ല. നമ്മൾ കുട്ടികളോട് ഫസ്റ്റ് തന്നെ എന്തിനാ പറയാ, മലയാളത്തിലാ പറയുന്നത് അല്ലെ? കുട്ടികളോട് ചെന്നുകൊണ്ട് ആദ്യമേ ഇംഗ്ലീഷിൽ പോയി കുറച്ച് കൊണ്ടാൽ കുട്ടികൾക്ക് മനസ്സിലാവും. 3.5 വയസ്സ് 4 വയസ്സുള്ള നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ അസൈൻമെന്റ് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലായിരിക്കണം. കാരണം എന്താ, നിങ്ങൾ കുട്ടികളല്ലല്ല, നിങ്ങൾ ഇപ്പൊ ഒരുവിധം വലിയ എഡ്യൂക്കേറ്റഡ് ഇത്രയായ ആൾക്കാരല്ലേ. അപ്പൊ അത് നമ്മൾ അസൈൻമെന്റ് ഒരു സാധനം ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലോട്ട് എഴുതി തരുമ്പോൾ. ഓക്കെ, എനിക്ക് നിങ്ങളോട് ഇതിൽ കൂടുതൽ എനിക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എന്താ, ഇനി 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഒരു കുട്ടിയുടെ കാര്യം അവിടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മെഡിറ്റേഷന്റെ കാര്യം ഇനി നിങ്ങളുടെ ഇഷ്ടത്തില് നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെ ഇരുത്താൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മക്കളെ, നിങ്ങളുടെ കൊച്ചിനെ, എനിക്ക് എന്റെ കൊച്ചിനെ എന്ത് പറഞ്ഞു, സ്റ്റോറിയുടെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ അത് എഴുതിക്കോ. സ്റ്റോറിയുടെ കഥ ഏത് സ്റ്റോറി എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത് തെറ്റിച്ച് ആ കുട്ടീനെ തിരുത്താൻ പറ്റണം. ഒരുപാട് കാര്യങ്ങൾ മറിയാം മോണ്ടിസോറി ആകെ ഗൂഗിളിൽ നിറച്ചുണ്ട്. എന്തെങ്കിലും ലവ് ഓഫ് സൈലൻസ് എന്ന് വെറുതെ അടിച്ചോട്ട് നോക്കി ഒരുപാട് കാര്യങ്ങൾ വരും. അതിന് ഒരു പേജ് എഴുതാനില്ല ഞാൻ പറയുന്നുള്ളൂ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അതായത് ഇപ്പൊ കുട്ടികളെ കൊണ്ട് നമ്മള് എന്തെങ്കിലും നമ്മൾ അവരുടെ കൂട്ടത്തില് ഗെയിം കളിക്കാൻ കൂടുക, എക്സാമ്പിൾ ആയിട്ട് ഒരു ഹൈഡ് ആൻഡ് സീക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാൻ കൂടുക, അല്ലെങ്കിൽ അവർ ഇരുന്ന് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാൻ കൂടുക, പാട്ട് പാടി കൊടുക്കുക, എന്തെങ്കിലും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് കുട്ടികളെ സൈലന്റ് ആക്കി കുട്ടി ഇരുന്നോളും. നമ്മൾ അങ്ങനെ എന്ത് ചെയ്താലും കുട്ടി ഇരിക്കാണ്ടാവത്തില്ല. കുട്ടി അങ്ങനെ ഇരിക്കണം. കുട്ടീനെ നമ്മൾ സൈലന്റ് ആക്കിയാണ്. നമ്മൾക്ക് പറ്റണം കുട്ടീനെ ആൾക്കാരായിട്ട്. അപ്പൊ മോണ്ടിസോറി സ്കൂളിൽ മെയിൻ ആയിട്ട് കുട്ടികൾ ഇങ്ങനെ സൈലന്റ് ആക്കണത് ഈ ഒരു കാര്യം വെച്ചിട്ടാ. എന്താ, മെഡിറ്റേഷൻ. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കുറേ കിട്ടും. നിങ്ങൾ അത് കണ്ടുപിടിച്ച് ചെയ്യാം. സിമ്പിൾ ആണ്. നിങ്ങൾ അത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കില്ലേ? ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് കൂടി അത് വിഷമം വരുന്നേ. ഇതിന് അത്രയും ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾക്ക് തന്നില്ല. ആ ഒരു പേജല്ലേ പറഞ്ഞോളൂ. ബുദ്ധിമുട്ടാണോ? നമ്മള് ചെയ്യുമ്പോ അവര് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു. അത് അവര് ചെയ്യുമ്പോ അതൊരു സൈലൻസ് അല്ലല്ലോ. അതായത് അവർക്ക് ഇഷ്ടമുള്ള കളി അല്ലെങ്കിൽ പാട്ട് പാടുക, ഡാൻസ് ചെയ്യിക്കുക, അതൊരു സൈലന്റ് അല്ലല്ലോ.
അവർക്ക് അല്ല, ഇഷ്ടമുള്ള പക്ഷെ കാര്യം അവരെ സൈലന്റ് ആക്കാന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ അവരെ സൈലന്റ് ആക്കാൻ, നമ്മൾക്ക് അവരെങ്ങനെ സൈലന്റ് ആക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളുടെ ഇപ്പൊ ഒരു ഫോണ് കൊടുത്താൽ തന്നെ സൈലന്റ് ആയിട്ടിരിക്കും. കേൾക്കണില്ലല്ലോ, ആരീ പറയണ ആള് കേൾക്കണില്ല, സൗണ്ട് ഇല്ലല്ലോ. ഒരു ഫോണ് കൊടുത്താൽ തന്നെ കുട്ടികളെ ഒരു മൂലയിൽ പോയി സൈലന്റ് ആയിട്ട് ഇരുന്ന് കാണും. നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നല്ല ഇതിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഫോൺ കൊടുത്താൽ കുട്ടികളുടെ ഉള്ള ഇത് പോവേലും അവർ ആ ഫോണിൽ എന്ത് കാണും, അതൊന്നും നമ്മൾ ചെയ്യരുത്. നമുക്ക് കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഫോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയില്ലേ. ഇപ്പൊ നമ്മൾ സ്ഥിരം ചെയ്യണത് അതാ. നമ്മൾക്ക് എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളൊരു ഫോൺ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ളത് അവരിരുന്ന് കണ്ടോളും. പക്ഷെ അത് കൊടുക്കുന്നത് ആ കുട്ടീനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ആ കുട്ടിയുടെ ബ്രെയിൻ നശിപ്പിച്ച് പറയുന്നു. അവർ ചിന്തിക്കുന്നില്ല, പിന്നെ ആ ഫോണിലായിരിക്കും. അതൊന്നും നമ്മൾ ചെയ്യരുത്. ഇപ്പൊ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അവരത് മോട്ടിവേഷൻ ചെയ്യുന്നത്, നമുക്കിപ്പോ ഇവിടെ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചെറുതായിട്ട് നമുക്ക് ഇവിടെ ഒരു മെഡിറ്റേഷൻ ചെയ്യാം. ഒരു മെഡിറ്റേഷൻ ചെറുതായിട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മെഡിറ്റേഷൻ എന്നുള്ളത്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ആരും വർക്കിലൊന്നല്ല, ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ എല്ലാവരും? ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യാണ്. ഞാൻ പറയണ പോലെ എല്ലാവരും ഒരു മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഡൗട്ട് കൂടുതൽ ഇതായിപ്പോ. ഓക്കെ, എല്ലാവരും കംഫർട്ടായിട്ട്, എങ്ങനെ കംഫർട്ടബിൾ പ്ലേസിൽ കറക്റ്റ് ആയിട്ട് എല്ലാവരും ഇരിക്കുക. ഇരുന്നതിന് ശേഷം കണ്ണുകൾ അടയ്ക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ചിട്ട് പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഇരിക്കാം. റിലാക്സ് ചെയ്തിരിക്കാം. അതിനുശേഷം നിങ്ങളുടെ ശ്വാസം എങ്ങനെയാണ്, ശ്വാസം ഇപ്പൊ എങ്ങനെ വലിക്കണേ എന്നുള്ള ആ ശ്വാസ രീതികള് സ്വയം നിരീക്ഷിക്കാം. ഒന്ന് നിരീക്ഷിക്കാം ശ്വാസരീതികള്. കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്തിരിക്കാം. ശ്വാസരീതികള് എങ്ങനെയാണെന്ന് നിരീക്ഷിക്കാം. എന്നിട്ട് ഓരോ ശ്വാസം എടുക്കുന്നതും വിടുന്നതും നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം. നിങ്ങളൊരു ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയണം. അത് നിരീക്ഷിച്ചുകൊണ്ട് ശ്വാസത്തെ ഒബ്സർവ് ചെയ്യാം. ശ്വാസം എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്തിരിക്കാം. ശ്വാസം നമ്മൾ ഉള്ളിലോട്ട് എടുക്കുക. ശ്വാസം വലിച്ചെടുക്കുക. വയറ് പുറത്തേക്ക് ബൾജ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുക. ബലൂണ് പോലെ വയറ് വീർക്കണം. ശ്വാസം പുറത്തേക്കല്ല, ഉള്ളിലോട്ട് എടുക്കുക. ശ്വാസം ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. നമ്മുടെ വയറ് വീർക്കണം, ബലൂൺ വീർക്കണ പോലെ രീതിയിൽ. ശ്വാസം എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വിടാം. ശ്വാസം പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വിടാം. വീണ്ടും വയറ് വീർക്കണ പോലെ ശ്വാസം വീണ്ടും എടുക്കാം. പുറത്തേക്ക്, വീണ്ടും അകത്തേക്ക്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും വയറ് പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴും ഉള്ളിലോട്ട് സിങ്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം സ്വന്തമായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്തേ. ശ്വാസം വീണ്ടും ബൾജ് ചെയ്ത് പുറത്തോട്ട് എടുക്കാം. വീണ്ടും അകത്തോട്ട് സിങ്ക് ചെയ്തെടുക്കാം.
3 പ്രാവശ്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ വീടിന്റെ ചീത്ത അവിടെ എവിടെയെങ്കിലും വല്ല ചുറ്റുമുള്ള അയലക്കത്താരെങ്കിലും അലക്കുന്ന സൗണ്ടാ എന്തെങ്കിലും സൗണ്ട് ഒക്കെ കേൾക്കണ്ടോന്നൊന്ന് നോക്കിയേ. എന്ത് സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കണ്ട അതൊന്ന് വാച്ച് ചെയ്തേ. കണ്ണ് തുറക്കരുത്, റിലാക്സ് ചെയ്തിരിക്കാം. ഇനി ചുറ്റിലും അപ്പുറത്തെ വീട്ടിൽ ചിലപ്പോ ഒരു മീൻകാരൻ വല്ല ഉണ്ടാവും. സൗണ്ടുകളൊക്കെ വാച്ച് ചെയ്യാം. എല്ലാ സൗണ്ടും ഏതു തരം സൗണ്ട് കേട്ടു എല്ലാ സൗണ്ടും വാച്ച് ചെയ്യാം. ചുറ്റുപാടും ഓക്കെ. വീണ്ടും ശ്വാസം വീണ്ടും ഒന്നും കൂടി മുകളിലോട്ട് എടുക്കാം. ബ്രീത്തിങ് ഉള്ളിലോട്ട് വലിക്കുക. വലിക്കുമ്പോഴും വയറെപ്പോഴും ശ്രദ്ധിക്കാം. വയറകത്തേക്കും പുറത്തേക്കും. ഓക്കെ. സ്ലോലി കണ്ണുകൾ തുറക്കാം. ഓക്കെ. ആരെങ്കിലും ഇറങ്ങിപ്പോയാ? ഇല്ല. എങ്ങനെ ഉണ്ടായി ആ ഒരു ഫീലിംഗ്? നമ്മൾ കുറച്ചാ പറഞ്ഞോളൂ. ഇതിന്റെ ഇടയിൽ പാട്ട് പാടാം. നമുക്ക് എന്തെങ്കിലും മ്യൂസിക് ഇട്ട് കൊടുക്കാം. സോങ് ഇല്ലാണ്ട് സെറ്റിങ്സ് മാത്രമായിട്ട് മ്യൂസിക് ഇട്ട് കൊടുക്കാം. എങ്ങനെ ഉണ്ടായി? നല്ല ഫീലിംഗ് ആയിരുന്നാ? നമ്മൾ ടൈം ഇല്ലാത്തോണ്ട നമ്മൾ ഇനി എല്ലാ ക്ലാസ്സിലും ഒരു 2 മിനിറ്റ് നമ്മൾ ഇത് ചെയ്യൂട്ട. കാരണം നിങ്ങൾക്കൊരു ഉണർവ് വരട്ടെ എല്ലാവരും ഒന്ന്. അപ്പൊ ഇത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ നമ്മൾ കുട്ടികളുടെ അടുത്ത് എന്താ കണ്ണടയ്ക്കാൻ പറയുമ്പോ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് പാട്ടൊക്കെ ഇട്ടില്ല വാ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പാട്ട് അതൊക്കെ പാടിക്കൊടുക്കാം. അതിന്റെ സെറ്റിങ്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. സെറ്റിങ്സ് മാത്രം ഇട്ട് കൊടുത്താലും ഉറക്കം പോയി. ഉറങ്ങി ഇത് വന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറങ്ങിയവരാരുമില്ല. ഉറങ്ങിയവരൊന്നുമില്ലല്ല. ഓക്കെ ഓക്കെ. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് എന്ന് പറഞ്ഞാലേ ശരിക്കും സൂപ്പറാണ്. കുട്ടികളെ നമ്മൾ കല്ല് ഏൽപ്പിച്ച് അത് പഠിക്കടാ ഇത് പഠിക്കടാ ഒന്നും പറയണ്ട. നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവാൻ പറ്റും കുട്ടികളെ. ഓക്കെ. ക്ലാസ്സിന്റെ തുടക്കത്തിൽ ചെയ്യുന്നത് നല്ലതാ. ഓക്കെ. ഞാൻ ഇന്നിത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഇപ്പൊ നമ്മൾ എടുത്തപ്പോള് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ടൊക്കെ വന്നത് കൊണ്ട് മാത്രം ഇന്നെടുത്തുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി മെഡിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് തുടങ്ങാം. ഞാൻ വിചാരിച്ചേ ക്ലാസ് നമ്മൾ കുറെ എടുത്ത് കഴിയുമ്പോ ചിലർക്കൊക്കെ ബോറാവൂലേ, ചിലവരൊക്കെ ഉറങ്ങിയിരിക്കും. ആ ടൈമിൽ ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എടുക്കാന്ന് വിചാരിച്ചേ. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. സാധാരണ എല്ലാ മോണ്ടിസോറി ക്ലാസ്സിലും ചെയ്യിപ്പിക്കണം. ഓക്കെ ഓക്കെ അല്ല. അപ്പൊ നമുക്കിപ്പോ ടൈം ഇല്ല, ഇനി 5 മിനിറ്റ് കൂടി ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പോർഷൻസ് തീർക്കും. അടുത്ത ക്ലാസ്സിലാണ് നമ്മള് ഇത് കഴിഞ്ഞു റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്നുള്ളത് തീർക്കൂട്ടാ. അതിൽ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിനും മോണ്ടിസോറി വർക്ക്സ് ആഫ്റ്റർ വേർഡ്സും അതും നമ്മൾ തീർക്കും. അത് ചെറുതാണ്, പറ്റി നമുക്ക് തീർക്കണം. ഓക്കെ. എനിക്ക് ഞാൻ നെക്സ്റ്റ് ക്ലാസ് കിട്ടുമോന്ന് അറിയില്ല. എനിക്ക് 2 സമയത്ത് ഒരു ക്ലാസ് പുതിയത് ഇട്ടിട്ടുണ്ട്. അതില്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവും. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ തീർക്കാം. അപ്പൊ എല്ലാവരും ഓക്കെ എന്നാ? വേറെ ഒന്നുമില്ലല്ലോ? മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇനി ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവരും ഡൗട്ടും ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന വേർഡ് ഒരു പേജ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നാവും. നല്ല ഹാൻഡ് റൈറ്റിംഗിൽ ഗ്യാപ്പ് ഒക്കെ ഇട്ട് അങ്ങോട്ട് എഴുതി വരുമ്പോഴത്തേനും ഒരു പേജ് നിങ്ങൾ എഴുതി അങ്ങോട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു പേജ് പോരാണ്ട് വരും. അപ്പൊ പറയും മാം ഞാനൊരു 2 പേജ് എഴുതി, ഞാനൊരു 3 പേജ് എഴുതി, എനിക്ക് എന്തെങ്കിലും മാർക്ക് കൂടുതൽ അങ്ങനെ ചോദിക്കുന്നില്ല. ഉറപ്പാ. എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നവർക്കൊക്കെ 3 പേജ് 4 പേജൊക്കെ എഴുതാൻ പറ്റും. നിങ്ങൾ ശ്രമിക്കും. ടൈം ഉണ്ടല്ലോ. ഞാൻ ക്ലാസ് റൂമിൽ എന്നാ ഇടണേന്ന് വെച്ചാൽ അന്ന് മുതൽ ചെയ്തു തുടങ്ങിയാൽ മതി. നാളെ തന്നെ ഇടണമെന്നൊന്നുമില്ല. നിങ്ങള് ടൈം ഉണ്ട്, ആലോചിച്ച് കണ്ടുപിടിച്ച് എഴുതാം. ഞാൻ അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ആൻസർ ചെയ്തപ്പോ ഈ ലവ് ഓഫ് സൈലൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് കൊണ്ട് മാത്രം ഞാൻ തന്നതാണ്.
ഓക്കെ താങ്ക് യു. അപ്പൊ വെൽക്കം. ഓക്കെ ഓക്കെ. കോട്ട് പറയണ്ടേ മാം? കോട്ട് സൈൻ ഔട്ട് പറയുന്നില്ല. ഓക്കെ. ആരാ പറയണേ? ആരും പറയുന്നില്ലയോ? ഞാൻ പറയാം മാം. ഓക്കെ. I am Reshma. Purpose of education is to moralize and socialize the people. Dr. B.R. Ambedkar. Sign out by Reshma. Thank you for your wonderful class, ma'am. ഓക്കെ. താങ്ക് യു മാം. വെൽക്കം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.